അത് മൂളുന്നുണ്ടല്ലോ. ഇത് കണ്ടോ, അടിയിൽ ഒരു പടലയാണ്. ഒരു പടല, ഇങ്ങനെ പടല ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയണം. നിങ്ങളുടെ ആരുടെയെങ്കിലും ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് ഒരു 360 ഡിഗ്രി, അതായത് മൊത്തം ഫുൾ നമ്മള് ഒരു പടല ഇങ്ങനെയല്ലേ പടല ഉണ്ടാവുന്നത്. ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരു പടല ഒരു സൈഡിൽ, അടുത്ത സൈഡിൽ ഇങ്ങനെ പടല ഇങ്ങനെ വേർതിരിച്ചാണ് ഉണ്ടാകുന്നത്. ഇതങ്ങനെയല്ല, ഇത് ഒരൊറ്റ കൗണ്ടില് ഇത് ഇങ്ങനെ മാത്രമേ ഉള്ളൂ. ഇവിടെ വന്ന് കൂട്ടി മുട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല, ഒരു കായുടെ വിടവിടെ ഉണ്ട്. അങ്ങനെയാ വന്നേക്കുന്നത്. അതുപോലൊരു എന്താ പറയാ, ഇരട്ടപ്പടലാന്നും പറയാം. ഇരട്ടപ്പടലായിരുന്നു, ഒറ്റപ്പടലേ. ഇത് ഒറ്റപ്പടലയാണ്. ഇത് കണ്ടോ, ഇവിടുന്ന് നോക്കേണ്ട കാര്യമില്ല, മനസ്സിലാവത്തില്ല. ഇവിടുന്ന് ഒരൊറ്റ പടല. ഇതെങ്ങനെ ഇങ്ങനെ സംഭവിച്ചത് നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്. അതുകൊണ്ടാണ് ആ വീഡിയോ എടുക്കാൻ പറഞ്ഞത്. കാരണം പിന്നെ ആണെങ്കിലും കാണാമല്ലോ, ഇത് ആരെയൊക്കെ കാണിക്കാമല്ലോ. നമ്മള് കൊണ്ടുവന്ന വാഴക്കൊലകൾ ഇതാണ്, പീസ് ആക്കി കേട്ടോ, ആദ്യം കുഞ്ഞു പറയുന്നത്. അപ്പൊ അതിന്ന് മുറിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു സംഭവം കാണുന്നത്. അതായിരിക്കുന്നു. എന്നാ ഫോണ് തരികയല്ല, നമുക്ക് ഈ ഫോണിൽ നിന്ന് വിളിക്കാം. അപ്പോൾ ഈ ഒരു സംഭവം കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്തത്. പിന്നെ ഇതിനകത്ത് എത്ര കായുണ്ടെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഇതുണ്ടോ, ഇതൊന്നും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണിക്കാം, ജസ്റ്റ് അല്ല, നല്ലപോലെ കാണിക്കാം. എത്ര കായുണ്ടെന്ന് നോക്കിയിട്ട് പറയാൻ പറ്റത്തില്ല അല്ലേ? നോക്കിയിട്ട് പറയാൻ പറ്റില്ല. പറയാൻ പറ്റുമോ? എനിക്കോ ഏകദേശം ഞാൻ പറയാം. ഏകദേശം എത്ര കായുണ്ട്? ഒരു 45 കായല്ലേ? ഞാനും മമ്മി എണ്ണിയായിരുന്നു. എത്രയാ അമ്മി പറഞ്ഞത്? 50 കായെന്ന് മമ്മി പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല. 50 കാണുമെന്ന് വിചാരിച്ചു ഞാനും. ഞങ്ങൾ എണ്ണി നോക്കി, 60 കായുണ്ട്. ആണോ? 60 കാ ഈ ഒരൊറ്റ പടലയില്. 60 കായുള്ളൊരു പടലാന്ന് പറയുന്നത്. ഒരു വാഴക്കൊലയിലേ ഒരു 5 കിലോ ഉണ്ട്. കൈ പിടിക്കുമ്പോ നിക്കുന്നില്ല. 60 കായുള്ള ഒരു പടല. ഈ വാഴക്കൊലയുടെ ബാക്കി മുറിച്ചിട്ടേക്കുന്ന കേട്ടോ ഇതിലേത്. ഒരു പെടല 60 കുഞ്ഞുങ്ങളെ പെറ്റു. അതെ, എന്തായാലും ഒരു കാവ് പോലും പോകാതെ കിട്ടി. ഇതിന് മാത്രം ചെറിയൊരു ഇതിങ്ങനെ തള്ളി നിൽക്കുന്നത്, മാനുഫാക്ചറിംഗ് ഡിഫക്ട്. തള്ളി നിൽക്കുന്ന പിടിച്ച് ഞാൻ വെച്ചതാ. കാരണം ഇത് നല്ലപോലെ കാണാൻ വേണ്ടി. അല്ലെ ആൾക്കാർ ഇവിടെ ഒരു വിടവുണ്ടെന്ന് നോക്കും, കാ വെച്ചേക്കുന്നതാണ്. അപ്പൊ അത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ എടുത്തത്. എടുത്തത് കാണിച്ചാ പോയിന്റ് കറക്റ്റ് ചെയ്ത് ഇങ്ങനെ. പിന്നെ വേറൊരു കാര്യം കൂടെ. അപ്പോൾ അതെ, ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എത്തുമെന്ന് പറഞ്ഞേരെ. അപ്പോൾ ഞങ്ങളിന്ന് ഞങ്ങളിന്ന് ഒരു സർപ്രൈസ് കൊണ്ടുണ്ട്. സർപ്രൈസ് അല്ല, ഞങ്ങളിന്ന് എമ്പുരാൻ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഫുൾ പാക്കേജ് ഞങ്ങൾ എല്ലാവരും കൂടെയാണ് പോകുന്നത് കേട്ടോ. പക്ഷെ സിനിമ കാണുന്നത് ഞങ്ങൾ രണ്ടുപേരും മാത്രമായിരിക്കും കേട്ടോ. ബാക്കി മമ്മിയും ആദ്യ കുഞ്ഞും അന്ന കുഞ്ഞും. ഓ എൻ്റെ മന്നെ, ഓ അയ്യോ. അപ്പോൾ സിനിമ കാണുന്നത് ഞാനും ഇവിടെ മാത്രമേ ഉള്ളൂ. മമ്മി ഒന്നാമത്തെ കാര്യം ആദ്യക്കുട്ടനെ കൊണ്ട് പോയിട്ടുണ്ട്. അവിടെ അവൻ എത്ര നേരം ഇരിക്കുമെന്നുള്ളതിൽ സംശയമാണ്. പിന്നെ ഇതിനെ കൊണ്ട് ഒട്ടും പോകാൻ പറ്റത്തില്ല, കാരണം സൗണ്ട് ഭയങ്കര ആയതുകൊണ്ട് കുഞ്ഞു പെണ്ണിന് അത് ഇറിറ്റേഷൻ ആകും. അതെ, റിലീസിൽ അത് തന്നെ പോയി കാണണം നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അളിയനൊക്കെ ഇന്നലെ പോയി കണ്ടു. ഇന്നലെ അവര് കണ്ടു. അവര് നമ്മളോട് കഥ പറയാതെ, ഞാൻ പറഞ്ഞ കഥ പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് പോയി കണ്ട് കഥ അറിഞ്ഞിട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു രസം ഉണ്ടാകത്തില്ല. അപ്പോൾ രണ്ടാമത്തെ ദിവസം നമ്മൾ പോയി കാണുന്നത്. അപ്പോൾ എന്തായാലും ഭയങ്കര ഹിറ്റ് അല്ലെ, ഭയങ്കരമായിട്ട് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഭയങ്കര ഇത് കിട്ടിയേക്കുന്ന ഹൈപ്പ് കിട്ടിയൊരു സിനിമ. നല്ല സിനിമ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതൊരു എല്ലാവരും അറിയുന്ന എല്ലാവരും ഉള്ളത് കൊണ്ട് അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഇതിന് ഒരു ഇതുണ്ട്, പ്രൊമോഷൻ ഉണ്ട്. എല്ലാവരും കേരളം മലയാളികൾ മൊത്തം എല്ലാവരും ഈ ഒരു പടത്തിന് വേണ്ടി ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഒരു ആഗ്രഹം കാണാം. നമ്മൾ വല്ലപ്പോഴും ഉള്ളൂ. അതെ, ഒരു രസം, ഒരു എന്റർടൈൻമെന്റ്. വീട്ടിൽ തന്നെ ഇരിക്കുന്നതിനേക്കാളും നല്ലതല്ല. അതെ, അപ്പൊ അതിനു വേണ്ടി പോവാണ്. മമ്മിക്ക് പിന്നെ സിനിമ ഇഷ്ടമില്ലാത്ത സിനിമ ഇഷ്ടം. മമ്മിക്ക് പഴയ സിനിമകളാണ് ഇഷ്ടം. പഴയ സിനിമ വല്ലതും തിയേറ്ററിൽ വരുവാണെങ്കിൽ മമ്മി ഉറപ്പായിട്ടുണ്ടാവും. ഇപ്പോഴത്തെ അടികള് അങ്ങനത്തെ ഒന്നും മമ്മിക്ക് നമുക്ക് ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ല. പക്ഷെ മമ്മിക്ക് അത്ര ഇപ്പോഴത്തെ ജനറേഷന് ഇഷ്ടപ്പെടുന്നതോ പഴയ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന വ്യത്യാസമുണ്ട്. അതുകൊണ്ട് മമ്മി വരുന്നില്ലെന്ന് പറഞ്ഞ് നമ്മള് ആദ്യം എല്ലാം പാക്ക് ചെയ്യണം, പാക്ക് ചെയ്യണം. എന്നിട്ട് ഇവരെയൊക്കെ കുളിപ്പിച്ചിട്ട് നമ്മള് പോകും. പെണ്ണിന്റെ വീട്ടിലേക്കാണ് ആദ്യം പോകുന്നത്. കുറെ നാളായില്ലേ അവരുടെ വീടും പരിസരങ്ങളൊക്കെ നിങ്ങളും കണ്ടിട്ട്. അല്ല, അവരുടെ വീഡിയോ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ വീഡിയോ. അപ്പൊ എന്തായാലും ഞങ്ങൾ അവിടെ ചെന്ന് ഇവരെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ പോകും. 3 മണിക്കാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ ഇതിന്റെ അവസാനം ഞങ്ങളുടെ ഒരു അഭിപ്രായം ഒരു വാക്കിൽ പറയും. എമ്പുരാന്റെ അഭിപ്രായം നമ്മളും പറയുന്നതായിരിക്കും.
അപ്പൊ എന്തായാലും നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. ഇവിടെ ഭയങ്കര കൊഞ്ചലാട്ടോ, ഭയങ്കര കൊഞ്ചലാണ്. ഒരു കൊച്ചു വ്ളോഗർ, കൊച്ചു പൊടിഞ്ഞു കിട്ടിയില്ല, വ്ളോഗർ, കൊച്ചു വ്ളോഗർ. അതെ, അതുപോലെ തന്നെ നമ്മുടെ സന്തോഷ വാർത്ത നമ്മൾ പറഞ്ഞില്ല. ഓക്കെ, ശരി. അപ്പൊ ഇനി പിന്നെ കാണാം. അപ്പൊ ഞങ്ങള് പോയി സിനിമ കണ്ടിട്ട് വരാന്ന് പറഞ്ഞേ. ടാറ്റാ ബൈ പറഞ്ഞേ. ബൈ ഉമ്മ. അത് മൂളുന്നുണ്ടല്ലേ? അതെല്ലേ? ഓ എന്നെ ചെയ്യുമേ. ടാറ്റാ. അത് ചിരിച്ചാടാ. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിലെത്തി. സെക്കൻഡ് ഡേ ആണ് സിനിമ കാണുന്നത്. 3ാമത്തെ ദിവസമായിരിക്കും നമ്മുടെ വീഡിയോ വരുന്നത്. ഇതിനിടയ്ക്ക് എങ്ങനെ ഊരി പോവും? ഉടനെ പോക്ക് നടക്കില്ല. പറക്കേണ്ടി വരും. ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഞങ്ങൾ അങ്ങനെ സിനിമയൊക്കെ കണ്ട് കഴിഞ്ഞ് പകുതി വഴി എത്തി. അതെ തിരക്കൊക്കെ എമ്പുരാൻ കണ്ടു. കുഴപ്പമില്ല, നല്ല സിനിമ, നമുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതെ, നല്ല സിനിമയാണ്, കുഴപ്പമില്ല. ഇപ്പത്തെ കുറെ സിനിമകൾ ഇറങ്ങിയതിൽ വെച്ച്, അതെ, ഇപ്പൊ നമ്മൾ അടുത്ത് കണ്ട സിനിമകളിലൊക്കെ വെച്ച് ഒരു, അതായത് നമ്മൾ തിയേറ്ററിൽ പോയല്ല, അല്ലാതെ നമ്മൾ ഫോണിൽ ഇരുന്ന് കണ്ട ഈ അടുത്തിറങ്ങിയ സിനിമകളൊക്കെ ഫോണിൽ ഇരുന്ന് കണ്ടതിൽ വെച്ച്, ഈ അടുത്തിറങ്ങിയ സിനിമ ഫോണിൽ ഇരുന്ന് കണ്ടതൊക്കെ ഇങ്ങനെ പിടിച്ച് പറയല്ലേ നീ? അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, അങ്ങനെയല്ല. ഈ പുതിയ സിനിമകൾ ഉദ്ദേശിച്ചത്. അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു സിനിമയായിരുന്നു. നല്ല സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടതിലേക്കും വെച്ച് കുഴപ്പമില്ലാത്തൊരു സിനിമയായിരുന്നു. തിയേറ്ററിൽ കണ്ടത് കേട്ടോ. തിയേറ്ററിൽ നല്ല എഫക്ട് കിട്ടും കേട്ടോ അത് കാണുമ്പോ. നമ്മള് അല്ലാതെ കാണുന്നതിലും ഒരു പകുതി ഇംഗ്ലീഷ് മൂവി കാണുന്ന ഒരു ഫീലിംഗ്, അതായത് അതുപോലെ മേക്ക് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. നല്ല പറയാനല്ലോ കേട്ടോ, എടുപ്പൊക്കെ സൂപ്പറാണ്. ഈ പറയുന്ന വലിയൊരു കഥയൊന്നും ഇല്ലെങ്കിലും, കഥയായിട്ടൊന്നും ഇല്ല, പക്ഷെ കണ്ടിരിക്കാൻ നല്ലൊരു എന്റർടൈൻമെന്റ് ആണ്. നമുക്ക് ചെറിയ നല്ല ഫീലിങ്സ് കിട്ടുന്ന ഭാഗങ്ങളുണ്ട്. മൊത്തത്തിൽ നോക്കിയാൽ അടിപൊളി സിനിമയാണ്. നമുക്ക് ഒരിക്കലും പൈസ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു തിയേറ്ററിൽ കയറിയ സിനിമ കണ്ടിട്ട് കണ്ടത് കുഴപ്പമില്ല. നമുക്കൊരു നല്ലൊരു അനുഭവം തോന്നി. കുഴപ്പമില്ല, നല്ലൊരു സിനിമ. പിന്നെ അവരെ കൊണ്ട് വരണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു, കാരണം അതുപോലെ ഭയങ്കര സൗണ്ട് എഫക്റ്റുകളൊക്കെ വരുമ്പോഴേ പിള്ളേരെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ആ സൗണ്ട് ഉണ്ടെങ്കിലും അതിന്റെ എഫക്ട് നല്ലോണം കിട്ടത്തുള്ളൂ. പക്ഷെ ആ സൗണ്ട് അവർക്ക് താങ്ങാൻ പറ്റത്തില്ല. നല്ല ഒരു രസമുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഇന്റർവെല്ലിന്റെ സമയത്ത് ഞാൻ അവരെ വിളിച്ചായിരുന്നു. അതിക്കുട്ടന് അതിൽ കൂടെ ഓടിപ്പാഞ്ഞ അടപ്പുണ്ടെന്ന് പറഞ്ഞു. അന്നക്കുട്ടി ഉറങ്ങുവാന്ന് പറഞ്ഞു. അതെ അതെ. ഇപ്പൊ നമ്മളിനി അവരുടെ വീട്ടിലേക്ക് പോവാണ്. നമ്മൾ അവരെ കാണിച്ചില്ലല്ലോ ഇതുവരെ. അവരെ കാണിക്കാം. കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് ചിലപ്പോ രാത്രിയാവും ഇവിടുന്ന് പോകുമ്പോ, പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇനിയുണ്ട് കുറച്ച് പരിപാടിയൊക്കെ. അപ്പൊ എന്തായാലും ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് പോട്ടെ. കാണാത്തവരൊക്കെ കാണുക. എന്റർടൈൻമെന്റ് നമ്മൾ വീട്ടിൽ ചുമ്മായിരുന്നു ചടഞ്ഞിരിക്കുന്ന. നമ്മള് നല്ല പടങ്ങൾ മാത്രമേ നമ്മൾ നിങ്ങൾ കണ്ടോളൂ എന്ന് പറയുള്ളൂ. പാന പടമാണ് നമ്മൾ ഒന്നും എന്താ പറയാ, നല്ലാന്ന് പറയില്ല. പക്ഷെ ഇത് നിങ്ങൾ കണ്ടു, നല്ലതാന്ന് കുഴപ്പമില്ല. ഇപ്പോഴത്തെ തലമുറയ്ക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പഴയ ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെടും തോന്നില്ല. നന്നായി ഒന്നും മനസ്സിലാവുന്നില്ല. മാത്രമല്ല അതിനകത്ത് ഒരുപാട് ഹിന്ദി ഉണ്ട്. ഹിന്ദി സംസാരം ഒരുപാട് മലയാളം. നമുക്ക് ഒരു നോർമൽ ആൾക്കാർക്ക് എല്ലാം മനസ്സിലാവും. ഹിന്ദി എന്ന് പറഞ്ഞാൽ ഹിന്ദി പടം അല്ല, പക്ഷെ നോർമൽ ആയിട്ടുള്ളൊരു എന്താ പറയാ, ഒരുപാട് പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ മമ്മിയുടെ ഒക്കെ ലെവലുള്ള അവർക്കൊന്നും അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യില്ല. പക്ഷെ ഇച്ചിരിയുടെ ടൗണുകളിലും പട്ടണങ്ങളിലും ഒക്കെ ജീവിക്കുന്നവരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് നമ്മൾ ഈ ഉൾഗ്രാമ പ്രദേശങ്ങളിലേക്ക് താമസിക്കുന്നവർക്ക് അതൊന്നും ഹിന്ദി അറിയേണ്ട കാര്യമില്ല. അല്ല, ഹിന്ദി അല്ല ഞാൻ പറഞ്ഞ ഒരു സംസാര ശൈലി പെട്ടെന്ന് അത് കിട്ടുന്നില്ല. ഹിന്ദി അറിയേണ്ട കാര്യമില്ല സിനിമ കാണാനായിട്ട് കേട്ടോ. ഹിന്ദി അല്ല, അതിനുള്ളിൽ എഴുതി കാണിക്കുന്ന വായിക്കാനും പറ്റുന്നുണ്ട്. വായിക്കാൻ പറ്റണം, പെട്ടെന്ന് സ്പീഡ് കിട്ടണം, ക്യാച്ച് ചെയ്യാനായിട്ട് ഇച്ചിരി വരും. അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ലാതെ വേറെ അവരെ കൊണ്ടാവില്ല എന്നല്ല പറയുന്നത്. പെട്ടെന്ന് ഈ അടിയിടിയും വെടിയും പണി ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് ഫാസ്റ്റ് ആയിട്ട് കിടക്കടാന്ന് ക്ലിക്ക് ആവുകയും ചെയ്യും. അവർക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. എന്തായാലും കുഴപ്പമില്ല, അടിപൊളി സിനിമ. അതുപോലെ തന്നെ അതിന്റെ 3rd പാർട്ട് വരുന്നത് ലാസ്റ്റ് വന്ന് കാണിച്ച
ആരാന്ന് പോലും നമുക്ക് പിടികിട്ടിട്ടില്ല. തേർഡ് പാർട്ടിലെ വില്ലനെ ആരാന്ന് പോലും മനസ്സിലായില്ല. ഞാൻ വിചാരിച്ച പ്രഭുദേവൊക്കെ എനിക്ക് തോന്നുന്നു. ഇതൊന്നും പറയാതെ കാണാത്തൊരു കാണണ്ട. തേർഡ് പാർട്ട് വരുന്നതൊക്കെ സസ്പെൻസ് ഇട്ട് നിർത്തി കേട്ടോ. ഓക്കെ, എന്തായാലും ഇനി ഞങ്ങള് പോട്ടെ. അടുത്ത നല്ലൊരു അല്ല ഇതിന് ബാക്കി എടുക്കുന്നുണ്ട്. ഇതാ അങ്ങോട്ട് ഇന്ത്യക്കാട്ടിട്ട് ഇങ്ങോട്ട് തിരിച്ച് അങ്ങോട്ട് അടിച്ചു. എന്റെ ആദ്യം ഇവിടെ ഒന്ന് നിർത്തി ഓൺ അടിക്കുക. നമ്മള് മാറ്റി കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇഷ്ടംപോലെ ഇടം എടുക്കല്ലേ, അപ്പൊ അങ്ങോട്ട് അടിച്ചിട്ട് ഇന്ത്യക്കാട്ടിട്ട് അങ്ങോട്ട് അവിടെ വരെ പോയിട്ട് തിരിച്ച് അങ്ങോട്ട് അടിച്ചു. കൺഫ്യൂഷൻ ആയിക്കാണ്. ഇൻഡിക്കേറ്റർ ഇട്ടപ്പോഴേക്കും ഇതിലല്ല അതിലെയാന്ന് അറിഞ്ഞത്. അപ്പൊ എന്തായാലും നമ്മുടെ ഈ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. See you. See you.